ഹായ് ഗൈസ്. അപ്പം കുറേ നാളായിട്ട് അങ്ങനെ കാത്തിരുന്ന് ഈ വർഷത്തെ നമ്മുടെ വീട്ടിൽ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരിക്കുകയാണ്. മഴയും കൂടെ ആയതുകൊണ്ട് ഇപ്പം ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്. ഒന്ന് കാണുമ്പോൾ അറിയാം ഒരുപാട് ഉണ്ടായിട്ട് കിടപ്പുണ്ട് കേട്ടോ. ഇപ്രാവശ്യം ഇവിടെയൊക്കെ പൂവിട്ട് വന്നിട്ട് അതൊക്കെ ഇപ്പോൾ ചീഞ്ഞ് പുതിയ കായൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. ഉണ്ടായിട്ടുണ്ട്, പഴുത്തിട്ടൊക്കെ ഉണ്ട്. നന്നായിട്ട് പഴുക്കുമ്പോഴാണ് ഇത് പറിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയൊരു പുളിയൊക്കെ കാണുമായിരിക്കും. ഇത് പൊതുവേ കുറച്ച് മധുരമുള്ള ഡ്രാഗനാണെങ്കിൽ റോസ് കളറാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വൈറ്റ് കളറല്ല, റോസ് കളറാണ് ഇതിനുള്ളത്. ഇത് പൊളിക്കുമ്പോഴാണെങ്കിലും റോസ് കളറാണുള്ളത്. നന്നായിട്ട് പഴുത്തിട്ടുണ്ടെങ്കിൽ നല്ല മധുരം കാണും. രണ്ട് വയസ്സ് ഇനിയിപ്പം ഇപ്പം പറിക്കില്ല, കുറച്ചും കൂടെ ഒന്ന് പഴുത്താലേ നമ്മൾ പറിക്കത്തില്ല. ഇനിയും കുറേ ഉണ്ടാകാനൊക്കെ കിടപ്പുണ്ട്. ഇനിയിപ്പം ഇതിങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഇവിടെ നിന്നാണ് ഇങ്ങനെ കായത് വലുതായിട്ടുണ്ടാകുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഉണ്ടോ? ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചവരൊക്കെ ഉണ്ടോ? ഇതുവരെ കഴിക്കാത്തവരാണോ നിങ്ങൾ? നിങ്ങൾക്കും ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണോ? ചിലവർക്കാണെങ്കിലും മധുരം ഇല്ലയെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇഷ്ടപ്പെടാത്തവരൊക്കെ ഉണ്ട്. പക്ഷെ നല്ല ഗുണമുള്ള സാധനമാണ്. ഞാനും വൈറ്റ് കഴിച്ചപ്പോൾ അധികം മധുരം ഉണ്ടാകാറില്ല. പക്ഷേ ഇത് റോസ് കളറായതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു മധുരം ഉണ്ട് ഇതിന് പൊതുവെ. അപ്പോൾ ശരി ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെറിയൊരു വീഡിയോ ആണ്. ഇതിങ്ങനെ ഉണ്ടാക്കി കിടക്കണമെന്ന് ഭയങ്കര ഭംഗിയാണ്. അതുകൊണ്ട് ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും